അമ്മേ ചിക്കൻ ഇരിപ്പുണ്ടോ? ഉച്ചയ്ക്ക് ചിക്കൻ കറിയാ. നോർമലാ? എങ്ങനെ വെക്കണം? തമിഴ്നാട്ടിലെ പോലത്തെ. തമിഴ്നാട്ടിലെ പോലത്തെ ചിക്കൻ കറിയോ? അക്ക വെച്ചുകൊണ്ട് വന്ന കൂട്ട് നോക്കാം. അമ്മച്ചി നമുക്കത് പഠിപ്പിച്ചു വിടാം. നീ എന്നതാടി കൊച്ച ഉണ്ടാക്കുന്നേ? ഞാനേ ഇച്ചിരി ചിക്കൻ കറി വെക്കാൻ പോവാ. അമ്മച്ചി തമിഴ്നാട്ടിലെ കൂട്ടി ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ നമുക്കിന്ന് ചിക്കൻ കറി വെക്കാം. തമിഴ്നാട് സ്റ്റൈല് ചിക്കൻ കറി വെക്കാം. ഒത്തിരി സൈസ് ചിക്കൻ കറി വെക്കാം. പക്ഷെ ഇന്ന് നമുക്ക് പുതുതായിട്ടൊന്ന് വെക്കാം. വെച്ച് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചേ ശക്കലം കടുകിടാം. ഇച്ചിരി ഇടാം. വെക്കട്ടെ. അങ്ങനെയോ? ചിക്കൻ കറിക്ക് സാധാരണ എല്ലാവരും ഒന്നും കടുക് ഇടത്തില്ല. ചിക്കൻ കറിക്ക് വേണേ അരി ഇടാം. അരി ഉഴുന്നും ഒക്കെ എണ്ണയ്ക്കകത്തിട്ട് എണ്ണയ്ക്കകത്തോട്ട് കടുക് ഇടുന്നതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം നമ്മൾ പേസ്റ്റ് ആക്കി ഇടുന്നത് ഇതിനകത്ത്. പൊട്ടട്ടെ. അതെ. ഉരുളിക്ക് ഇത്രയും പൊക്കം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, മേത്ത് വരയ്ക്കുകയില്ല. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതായിട്ട് അരച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നേ. അതിൻ്റെ കടുകെല്ലാം പൊട്ടി. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോഴേ ഞാൻ ചട്ടിയുടെ ചുവട്ടി പിടിക്കുവേ. എണ്ണയുണ്ട്. ഇത് നീ ഉണങ്ങി വരുമ്പോഴേക്കും വിട്ടു പോകുന്നുള്ളൂ. എൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോഴേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് സവോളയൊക്കെ അരിഞ്ഞല്ലേ വെക്കുന്നത്. പക്ഷെ ഈ കറിക്ക് നമ്മൾ കൂടുതൽ എടുക്കുന്ന ചുവന്നുള്ളിയാ, ചെറിയുള്ളി നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കും. ഇതുപോലെ അരിയണ്ട, അരച്ചെടുത്താൽ മതി മിക്സിയിലിട്ട്. ഇങ്ങനെയാ തമിഴ്നാട് ഈ സ്റ്റൈല് ചിക്കൻ കറി അങ്ങനെയാ. ഇതും കൂടെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ടിടാം. ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ചുമ്മാ അരച്ചെടുക്കുന്നതാണേ. ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മറ്റേ അല്ലാതെ സവോള വഴറ്റി അലിയിപ്പിച്ചെടുക്കണ്ടേ, അത്രയും സമയം വേണ്ടത്. അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള പൊടികളും കൂടി ചേർക്കാം. ഇനി ഒന്ന് കട്ടിയാവും. ഇനി ഇതിനുള്ള പൊടികളങ്ങ് ഇട്ട് കൊടുക്കാതെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ മതിയായിരിക്കും. അത് മതി. മഞ്ഞൾ മതി അല്ലേ? ഇനി നമുക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി, തമിഴ്നാട് മസാല ഇടാം. പക്ഷെ അക്ക വെച്ചുകൊണ്ട് തരുന്നതിനകത്തേ ഈ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കുകയല്ല. ആ അക്കാടെ മസാല ആ മസാല മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. നമുക്ക് പക്ഷെ അത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ്. ഇതാണ് ചിക്കൻ ഗ്രേവി മസാല. ഇത് ചിക്കൻ ഗ്രേവി മസാലയാണേ. ഇതുകൂടെ ഇട്ട് ചൂടാക്കി എടുക്കാം. ഈ മസാലയെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് ചിക്കൻ ഗ്രേവി മസാല ചൂടാകട്ടെ. ഇനി മസാലയെല്ലാം ഒന്ന് ചൂടാകട്ടെ. ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. മസാലയ്ക്കുള്ള ഇച്ചിരി എണ്ണ. അമ്മച്ചി ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ചിക്കൻ തമിഴ്നാട് വെക്കാൻ പഠിക്കും. അതെ, നീ ചെന്നിട്ട് അവന്മാർക്കൊക്കെ വെച്ച് കൊടുക്കണേ. തമിഴ്നാട്ടിലെ കറി കൂട്ടിയിട്ടുണ്ടോടാന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വെച്ച് തരാമെന്ന് പറയണം. ഇനി ഇതിന് നമുക്ക് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അമ്മച്ചി തമിഴ്നാട്ടിൽ പോയി പഠിച്ചിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി അവരോടെ. അതെ. മസാലയെല്ലാം മൂത്തല്ലോ. ഇനി ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇത് നമ്മൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തേക്കുന്നതേ. നമ്മൾ മറ്റേ കറിക്കകത്തല്ലേ വലിയ കഷ്ണമാക്കി ഇടുന്ന പോലെ എല്ലാത്തിലും ചെറിയ കഷ്ണമാക്കി എടുത്തേക്കുന്നത്. ഇനി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയിട്ടേ ഒരു ശകല നേരം മൂടി വെക്കാവേ. ഇതിൻ്റെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പൊ വെള്ളം ഒഴിക്കണ്ടേ വേറെ? ഇത് വെള്ളത്തിലല്ല വേവിക്കുന്നത്, തേങ്ങാപ്പാലിനകത്ത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ ചിക്കൻ കഷ്ണമെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞ് ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇച്ചിരി നേരം മൂടി വെക്കാം. ഇച്ചിരി നേരം മൂടി വെക്കാം. ഈ ഇങ്ങനത്തെ ചിക്കൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ? അല്ലെങ്കിൽ അല്ലേ നാടൻ കോഴിയല്ലേ? നമ്മളെല്ലാം കൂടെ അരപ്പ് ചേർത്ത് അടുപ്പാലോട്ട് വെച്ച്. അത് നാടൻ കോഴി. മുളകും മല്ലി മസാല എല്ലാം കൂടെ കല്ലേ വെച്ചരയ്ക്കും. സവോളയും ചേർക്കത്തില്ലല്ലോ, ഉള്ളി ചേർത്തല്ലേ? സവോള അരിഞ്ഞ് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടേക്കും കുറച്ച് ഉള്ളിയും കൂടെ. എന്നിട്ട് ഇത് വാരി അതിനകത്തോട്ടിട്ട് ഒഴിച്ച് അടുപ്പ് വെച്ച് മൂടി വെച്ച് വേവിച്ച് വാങ്ങിയെടുത്തോളൂ ഉള്ളൂ. വഴറ്റുന്ന പരിപാടിയൊന്നും ഇല്ല. ഇതൊക്കെ കുറച്ച് നാളായുള്ളൂ തുടങ്ങിയിട്ട്. പണ്ടൊക്കെ അന്നേരം ആർക്ക് സമയമില്ലല്ലോ സവോള വഴറ്റിക്കൊണ്ട് നിൽക്കാനൊന്നുള്ളത്. അതാ പണ്ടത്തെ കറിക്കൊക്കെ ഇത്രയും ടേസ്റ്റ്. എല്ലാം മുളകും മല്ലിയൊക്കെ അരച്ചല്ലേ. വാടി നമുക്കിത് എന്ന കാര്യത്തിന് ചില മുന്തിരി ഒഴിക്കാം. മുന്തിരി കഴിച്ചേക്കാം. അതിനെ വെച്ചേക്കണ്ട കുറെ. ഇനിയും കുറേ കൂടി ഇരിപ്പുണ്ട്. എല്ലാം കഴിച്ച് തീർക്കണ്ടേ? വാ അമ്മച്ചിക്ക് അടുത്ത പണി കൊച്ചുമോൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ അവിടെ. കണ്ടോ? ഇതിന് ഉപ്പേരി ഉണ്ടാക്കണം. അതിന് പൊളിച്ചെടുക്കണം. നമുക്ക് കറി വെച്ചിട്ട് ചോറൊക്കെ ഉണ്ടിട്ടേ ഉപ്പേരി ഉണ്ടാക്കാം. അമ്മച്ചി വന്നോ? ഇനി നമുക്കേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ. ഇത് ഒഴിച്ചിട്ടിളക്കാം. ഇരിക്കട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് 2ാം പാലാണേ. ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേണം നമ്മുടെ ചിക്കൻ വേകാൻ. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഈ 2ാം പാലിനകത്ത് കിടന്ന് ചിക്കൻ വേകണം. പറയോ? കറി വേകുമ്പം കറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും പറയരുതെന്നാ പറയുന്നത്. അതിൻ്റെ ടേസ്റ്റ് പോകുന്നു. അതെ. ഇനി ഇതെങ്ങനെയാണോ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം. ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനി അതിനകത്ത് ഇരുന്ന് വേഗട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ കറി എന്നായെന്നൊന്ന് നോക്കിയേക്കാം. നോക്കാം. പറ്റി ഇത്രയും ചാറ് മതി. ചാറൊക്കെ കുറുകിയിരുന്നോളൂ. തേങ്ങാപ്പാൽ ഒഴിച്ചോ? ഇല്ല, അത് 2ാം പാല്. 2ാം പാല്. അത് ഇച്ചിരി വെള്ളം ചേർത്ത് ഒരു തേങ്ങയുടെ എന്നാലും 1ാം എടുക്കാൻ നീയാ. 1ാം പാലെന്ന് പറഞ്ഞാൽ ആദ്യം തേങ്ങ ഇറങ്ങിയിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കും. അത് 1ാം പാല്. ഇത് കണ്ടോ നല്ല കട്ടിക്കിരിക്കുന്നത്? ഇതാണ് 1ാം പാല്. 2ാം പാലെന്ന് പറഞ്ഞാൽ ആ തേങ്ങാപ്പീര തന്നെ നമ്മൾ ഈ പാല് പിഴിഞ്ഞെടുത്ത പീരയുണ്ടല്ലോ അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചിട്ട് പിഴിഞ്ഞ് അരപ്പയ്ക്കകത്ത് അരിച്ചെടുക്കും ലൈറ്റായിട്ട്. അതാണ് 2ാം പാല്. ഇത് 1ാം പാല്. ഇത് ഒഴിക്കുവാണേ. അല്ല, കട്ടിയുള്ളതാണ് ലാസ്റ്റ് ഒഴിക്കുന്നത്. ഇത് കണ്ടോ? കളറ് മാറും. ഇതാണ് 1ാം പാല്. ഇത്രയും കട്ടിയായിട്ടിരിക്കും. ഇനി ഇതൊന്ന് ഇളക്കും. ഈ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കറി തിളപ്പിക്കുകയല്ല, ചെറുതായിട്ടൊന്ന് ചൂടാവുകയുള്ളൂ. പക്ഷെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോഴേ കറി നന്നായിട്ട് കുറുകി വരും. ഗ്രേവി കുറുകി വരും. നമ്മൾ മറ്റേ സവോള വഴറ്റിയ മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ചേർത്ത് വെക്കുന്ന കറിക്ക് വേറൊരു കളറാണ്. നിനക്കിതാ ഇഷ്ടം. ഇത് മറ്റേ നമ്മൾ വെള്ളച്ചോറ് വെക്കുവല്ലേ, അതിന് നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാത്തിനും കൂട്ടാം. ബ്രെഡിനും
ഇനി ഞാനിവിടെ നിൽക്കണം. നമ്മുടെ കറണ്ട് പോയല്ലോ ഇനി. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി ചൂടായി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് തീ ഓഫ് ചെയ്തേക്കാം. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലെല്ലാം കൂടി ഇതിനകത്ത് സെറ്റ് ആയിക്കോളും. എങ്ങനെയുണ്ട് അമ്മച്ചി ചിക്കൻ കറി? ചിക്കൻ കറി വലിയ കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ആ കൊള്ളാം, കുഴപ്പമില്ല. ആ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. കഴിക്കുക. കൂട്ടി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നോക്കിട്ട് കുഴപ്പമില്ല, നല്ല കറിയല്ലേ? അറിയാം. ആ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.